ആദ്യമായി ദേശീയ പതാക ഉയർത്തുന്നത് നമ്മുടെ പ്രസിഡന്റ് അസംകുട്ടിയാണ്. അതിനുശേഷം ഫ്ലാഗിലേക്ക് എല്ലാവരും സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ചെയ്തതിന് ശേഷം ദേശീയ ഗാനം പ്ലേ ചെയ്യും. അതിൻ്റെ കൂടെ അത് ആലപിക്കുക. അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ബഹുമാനപ്പെട്ട സത്താർ മാഷ് നിർവഹിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ രാജ്യത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സന്തോഷപൂരിതമായ സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ നടന്ന ഈ 2 പ്രോട്ടോകോളും നമ്മുടെ മനസ്സിൽ ഈ നിമിഷത്തിൽ മുൻപത്തതിനെ അപേക്ഷിച്ച്, ഈ പ്രോട്ടോകോൾ നടക്കുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥയെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള മാനസികാവസ്ഥ 80 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ. നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സന്തോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ യാതൊരു അനുഭവങ്ങളുമില്ലാത്ത, എന്നാൽ അസ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാകേണ്ട ഒരു തലമുറയും ഒരു സന്ദർഭത്തിലുമാണ് നാം ഈ ആഘോഷവേളയിലുള്ളത്. അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയമായ അടിമത്തം മാത്രമല്ല. ആ കാലഘട്ടത്തിൽ 1947 മുമ്പുള്ള കാലഘട്ടത്തെ എടുത്തു നോക്കിയാൽ സഞ്ചാര സ്വാതന്ത്ര്യം ജാതീയതയുടെ പേരിൽ നിഷേധിക്കപ്പെട്ട, വിജ്ഞാനം ജാതീയതയുടെ പേരിൽ നിഷേധിക്കപ്പെട്ട, എല്ലാ മാനുഷിക മൂല്യങ്ങളും സാമ്രാജ്യത്വത്തിൻ്റെയും ജാതീയതയുടെയും വംശീയതയുടെയും വർഗത്തിൻ്റെയും പേരിൽ നിഷേധിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓർക്കുമ്പോഴാണ് വൈക്കം ക്ഷേത്രത്തിന് പരിസരത്തുള്ള സഞ്ചാര വീതിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്ത ആ തലമുറയുടെ മൂല്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാ നിലയ്ക്കും ഭയവും ദുഃഖവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അസ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്, "Where the mind is without fear." സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആ കാവ്യത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിർവചിക്കുന്നത്, എവിടെയാണോ ഭയവും ദുഃഖവുമില്ലാത്ത ഒരു മാനസികാവസ്ഥയുള്ളത്, അവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷമുള്ളത് എന്നുള്ളതാണ്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഭയവും ദുഃഖവും ഉണ്ടാകുന്ന സന്ദർഭവും ചിന്തകളും ഏതാണ്? മനുഷ്യ മനസ്സിലെ അതീശത്വ ഭാവം, എല്ലാം നേടിയെടുക്കണമെന്ന ഭാവം. അതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും, അതിനു മുമ്പ് അതോടൊപ്പം ഉണ്ടായിരുന്ന ഫ്രഞ്ച് ആധിപത്യവും, അതിനുശേഷം വന്ന അമേരിക്കൻ ആധിപത്യത്തിന്റെയും ഒക്കെ ആ ചിന്താരീതി എടുത്തു നോക്കിയാൽ അഹങ്കാരത്തിന്റെ എല്ലാം നേടിയെടുക്കണം, മനുഷ്യ മൂല്യങ്ങളെ വകവെക്കാതെ എല്ലാം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കും എന്നുള്ളതാണ് ആ ഐഡിയോളജിയുടെ ആശയം എന്ന് പറയുന്നത്. നമ്മളതിനെ ചിന്തിച്ചു നോക്ക്. നമ്മുടെ മനസ്സിൽ അഹങ്കാരത്തിന്റെ എല്ലാം നേടിയെടുക്കണം എന്നുള്ള ആ അതീശത്വ ഭാവം മനസ്സിലുണ്ടാകുമ്പോൾ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി ആ സമൂഹത്തിന്റെ മാനുഷികമായ മൂല്യങ്ങളെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ എല്ലാം നിഷേധിച്ചുകൊണ്ട് അവർക്ക് മേൽ കടന്നു കയറുമ്പോൾ അതാണ് സംഭവിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊടുത്ത് അതോടൊപ്പം ഇങ്ങോട്ട് കയറി വന്ന് 1857 ഒരു മഹാവിപ്ലവത്തോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആധിപത്യം നേടിയെടുക്കാൻ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ ആധിപത്യം നേടിയെടുത്ത അന്ന് മുതൽ അതിനു മുമ്പുള്ളതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സിലേക്ക് ടാഗോറിന്റെ ആ വരികൾ കയറി വരേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. എങ്ങനെ ആക്റ്റീവ് ആക്കണം? നമ്മുടെ മനസ്സുകളിൽ ദുഃഖവും ഭയവും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ അസ്വാതന്ത്ര്യത്തിന്റെ നിഴലിലാണ്.
രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, മനുഷ്യന്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള അവസ്ഥാവിശേഷമാണ് സന്തോഷവും നിർഭയത്വവുമുള്ള അവസ്ഥാവിശേഷമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയ ആ മഹാന്മാരെ നമ്മൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ പൊരുതിവരിച്ചവർ മാത്രമല്ല. ശ്രീനാരായണ ഗുരു ആവട്ടെ, അയ്യങ്കാളിയാവട്ടെ, വട്ടംമൗലവിയാവട്ടെ, രാജാറാം മോഹൻ റോയ് ആവട്ടെ, അങ്ങനെ ആ നിരയിൽ ഇങ്ങോട്ട് കടന്നു വന്നാൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ കൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വ്യത്യാസമില്ലാതെ അവരെ മുന്നിൽ നിർത്തിയ പോരടിച്ച വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു മഹാനിര, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയും ഭഗത് സിംഗിനെ പോലെയും ഉള്ള ഒരു മഹാനിര ആ നിരയിലുണ്ട്. അതിന്റെ ഒരു തലമുറയിലെ സാക്ഷ്യമാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് തികച്ചും അസ്വാതന്ത്ര്യമില്ല. മറിച്ച് ഈ സ്വാതന്ത്ര്യത്തെ, ഈ വിലയേറിയ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ അന്തരീക്ഷത്തെ നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ ഇന്ന് നമ്മൾ ഈ പതാകയുടെ മുന്നിൽ വെച്ച് ഉയർത്തിയ ഈ അഭിവാദ്യത്തിന്, ഈ സല്യൂട്ടിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ പോരാളികളായിട്ട് മാറണം. ഈ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകക്രമം 1947 മുമ്പ് 1600 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ലോകക്രമം ഏതുപോലെയായിരുന്നുവോ അതിനേക്കാൾ ഭയാനകമായ ഒരു ലോകക്രമം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ആ ലോകക്രമത്തിന്റെ എല്ലാ ആശങ്കകളും ഭീതികളും മുന്നറിയിപ്പുകളും നമ്മുടെ രാജ്യത്തും നിർഭാഗ്യവശാൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്, വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ നാം മുന്നേറണം. നാം ഈ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിൻ്റെ ഒരു മഹാഭാഗമാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന റൈറ്റ്സ് ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിലേക്ക് കടന്നു വരിക എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. നേരത്തെ പറഞ്ഞ നിർഭയത്വവും സന്തോഷവുമുള്ള ഒരു, എവിടെയാണ് മനുഷ്യന് ഭയമുണ്ടാകുന്ന മറ്റൊരു ഘടകം? രോഗാവസ്ഥയാണ്, രോഗത്തിന്റെ ചികിത്സാവസ്ഥയാണ്, തന്റെ ജീവനെക്കുറിച്ചുള്ള ആശങ്കയാണ്, തന്നെ ആര് സംരക്ഷിക്കണം. ഇപ്പോൾ നമ്മളടക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് നാളെ ഒരു ഭാഗം കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചികിത്സ തേടും, നമ്മളെ ആര് സംരക്ഷിക്കും എന്നുള്ള ആശങ്ക പോലും സ്വാതന്ത്ര്യമില്ലായ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുക. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാനുള്ള എല്ലാവിധ പ്രതിജ്ഞയും എടുത്ത് അത് പ്രാവർത്തിക രൂപത്തിൽ മുന്നേറുക. നമ്മൾക്ക് അതിന് കഴിയുമാറാകട്ടെ. ജയ് ഹിന്ദ്.